നമസ്കാരം. കുറുവാ സംഘം എന്ന പോസ്റ്റർ കൂടി വന്നതോടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ BJP. കോൺഗ്രസിന്റെ ജയത്തെക്കാളും സ്വന്തം പാർട്ടിയുടെ തോൽവിയെക്കാളും BJPക്ക് ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തോടാണ് നോട്ടം. അതിടയ്ക്കിടെ പാർട്ടി നേതാക്കൾ പോലും പരസ്പരം പറഞ്ഞ് പഴിചാരുന്നുണ്ട്. കോൺഗ്രസിലാണെങ്കിലും മുതിർന്ന നേതാക്കൾ പോലും പറയുന്നുണ്ട് പാർട്ടി മാറി ചിന്തിക്കണമെന്ന്. ഇത്രയും തകർന്നടിഞ്ഞിരിക്കുമ്പോഴാണ് BJP ട്രോളി കോഴിക്കോട് പോസ്റ്ററുകൾ കൂടി പ്രത്യക്ഷപ്പെട്ടത്. തോറ്റതിന്റെ പേരിൽ തമ്മിലടിക്കുകയായിരുന്ന നേതാക്കൾക്കിടയിലേക്കാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പോസ്റ്റർ കൂടി പ്രത്യക്ഷപ്പെട്ടത്. സേവ് BJP എന്നെഴുതിയ പോസ്റ്ററുകളാണ് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് എന്നിവർ BJPയിലെ കുറുവാ സംഘം ആണെന്നും ഇവരെ പുറത്താക്കി പാർട്ടിയെ രക്ഷിക്കുക എന്നുമാണ് പോസ്റ്ററിന്റെ ഉള്ളടക്കം. അതിനിടെ പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാനത്തെ BJPയിലുണ്ടായ പൊട്ടിത്തെറികളിൽ ദേശീയ നേതൃത്വത്തിന്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരസ്യ പ്രതികരണങ്ങളും പരിശോധിക്കാൻ കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നതായാണ് വാർത്തകൾ. പാർട്ടിക്കുള്ളിൽ വിമർശനം ശക്തമായതിന് പിന്നാലെ തോൽവിയിൽ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. താൻ രാജ്യസന്നദ്ധ അറിയിച്ചതായും സുരേന്ദ്രൻ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ഇന്ന് അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. സുരേന്ദ്രൻ രാജിവെക്കില്ലെന്ന് ഇന്നലെ തന്നെ ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം തനിക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാൻ സുരേന്ദ്രൻ പഠിച്ച പണി 18 നോക്കിയിട്ടും സംസ്ഥാനത്തെ BJPയിൽ അധ്യക്ഷനെതിരെ വൻ പടയൊരുക്കമാണ് നടക്കുന്നത്. മുരളീധരനും മുതിർന്ന നേതാവ് N ശിവരാജനും അടക്കമുള്ളവർ സുരേന്ദ്രനാണ് തോൽവിയുടെ ഉത്തരവാദിയെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് വിമർശിച്ച് BJP നേതൃത്വത്തിനെതിരെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും രംഗത്ത് വന്നിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ BJP ഭരണമുള്ള നഗരസഭയെ പഴിചാരി നേതൃത്വത്തിന് നൽകിയ വിശദീകരണം പുറത്തായതോടെയായിരുന്നു പ്രതികരണം. BJP നേതാവ് സന്ദീപ് വചസ്പതി, സംസ്ഥാന സമിതി അംഗം CV സജിനിയും അടക്കമുള്ള സുരേന്ദ്രനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസ് പക്ഷവും തന്ത്രപരമായ മൗനത്തിലാണ്. CPM-നെ പോലെ കേഡർ പാർട്ടിയാണെന്നാണ് പറഞ്ഞിരുന്നതെന്നും എന്നാൽ BJP അലവലാതി പാർട്ടിയായി മാറിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചു. CPM-നെ പോലെ ജനങ്ങളെ അറിഞ്ഞൊരു പാർട്ടിയാക്കാൻ BJPക്ക് ഒരിക്കലും കഴിയുകയില്ല. ജനങ്ങളോടൊപ്പം വളർന്ന പാർട്ടിയാണ്, അല്ലാതെ വർഗീയതയെ കൂട്ടുപിടിച്ചുണ്ടാക്കിയതല്ല ഒരിക്കലും.